ചാൾസ് ആരാണെന്ന്. ചാൾസ് ആരാണെന്ന്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതുപോലെ പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം. നിന്നെ മാപ്പ് സാക്ഷിയാക്കി വെറുതെ വിടും. ചാൾസിന്റെ ഫോൺ വരുമ്പോൾ സാറ് തന്നെ സംസാരിച്ചു തുടങ്ങുക. കാര്യങ്ങൾ പറയുക. ആവശ്യമാണെങ്കിൽ മാത്രം റഷീദിനെ ഉപയോഗിച്ചാൽ മതി. സാർ, ചാൾസിന്റെ ഫോൺ വന്നിട്ടുണ്ട്. ഹലോ ചാൾസ്, ഞാൻ മേനോൻ. മനസ്സിലായി. എന്ത് തീരുമാനിച്ചു? ചാൾസ്, ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കണം. ഗവൺമെന്റ് ഭാഗത്ത് ചില അനക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തടവുകാരുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങളായിട്ടുണ്ട്. പ്രോബ്ലം പൈസയാ. ഇത്രയും വലിയ തുകയ്ക്കുള്ള ഡോളറും ഗോൾഡും ആവുമ്പോ ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ റിസർവ് ബാങ്ക് ഗവർണർ വഴങ്ങുന്നില്ല. PM-ഉം യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്ററും സ്ഥലത്തില്ലാന്ന് ചാൾസിന് അറിയാമല്ലോ. അവർ വന്നാലേ എന്തെങ്കിലും നടക്കൂ എന്ന വാശിയിലാണ് ഗവർണർ. അതിന് ഞാനെന്ത് വേണം? ഗവർണറോട് സംസാരിക്കണം. ചാൾസ്, ഞാൻ പറയുന്നത് കേൾക്കൂ. എനിക്ക് കുറച്ചുകൂടി സമയം വേണം. സമയമോ? നടക്കില്ല. അതിനെ കുറിച്ചാണെങ്കിൽ ഇനി സംസാരിക്കണ്ട. നിങ്ങളുടെ റഷീദ് ഇവിടെ ഉണ്ട്. എനിക്കറിയാം നിങ്ങൾ വിശ്വസിക്കില്ലെന്ന്. ഞങ്ങൾ പറയുന്നത് സത്യമാണെന്ന് റഷീദിന് അറിയാം. നിങ്ങൾ അയാളുമായി ഒന്ന് സംസാരിക്കണം. ആ ശരി, എന്നാ കൊടുക്ക. ഞാനാ ചാൾസ്, റഷീദ്. എന്റെ മുമ്പിൽ വെച്ച അവർ ബോംബെയിൽ ഗവർണറുമായി സംസാരിച്ചത്. DIG സാർ പറഞ്ഞതൊക്കെ സത്യമാണ്. റഷീദ്, നീ പറഞ്ഞതൊക്കെ സത്യമാണോ? തുറന്നു പറഞ്ഞു, മടിക്കണ്ട. നിന്നെ അവർ ഒരു ചുക്കം ചെയ്യില്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഫോൺ മേനോൻ സാറിനെ ഏൽപ്പിക്ക. മേനോൻ സാറേ, റഷീദ് പറഞ്ഞത് ഞാൻ കേട്ടു. പക്ഷേ വിശ്വസിച്ചിട്ടില്ല. സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവനെ പോലെ 10 പേരെ കൊണ്ട് ഇതിലും ഭംഗിയായി കള്ളം പറയിപ്പിക്കും. മിസ്റ്റർ മേനോൻ, റഷീദിന് ഇംഗ്ലീഷിന്റെ ഒരു പൊടി പോലും മനസ്സിലാവില്ല. പിന്നെ എങ്ങനെയാണോ ബോംബെയിൽ റിസർവ് ബാങ്ക് ഗവർണറുമായി നിങ്ങൾ സംസാരിച്ചത് അവൻ മനസ്സിലാക്കുന്നത്? മിസ്റ്റർ മേനോൻ, ഞാൻ അവസാനമായി പറയുക, ഇനി സമയം നീട്ടുന്ന പ്രശ്നമില്ല. ഇന്ന് രാത്രി 10 മണി വരെ 1 മിനിറ്റ് പോലും കൂടുതൽ പ്രതീക്ഷിക്കണ്ട. അതിനുള്ളിൽ നടന്നില്ലെങ്കിൽ